ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നാടൻ ഐറ്റമായിട്ടാണ് വന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏകദേശമൊക്കെ അറിയുണ്ടാവും, നമ്മളെ പണ്ട് കാലത്തുള്ള ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, ചേമ്പിൻതാൾ എന്ന് പറയും, അതും കൊള്ളിയും കൂടിയിട്ട് ഞാനിന്നൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണേ. കറിയല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, അപ്പം അതിന് താളൂട്ടാൻ എന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയാം. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുഞ്ഞ കഷ്ണമൊന്നും ആക്കണ്ട, ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടാൽ മതി. അത് വെന്ത് വരുമ്പോൾ അതൊക്കെ കൂടിയിട്ട് അതിൽ ഉടഞ്ഞു പോവും. ഇത് നല്ലൊരു നാടൻ ഐറ്റം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ്. പണ്ട് കാലത്ത് അമ്മമാർക്കും ഉമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോഴാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു കഷ്ണം കപ്പെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പിട്ടിട്ടാണ് ചേമ്പും തണ്ടിൻ്റെ കൂടെ വെക്കുന്നത്. നമ്മളെ നാട്ടിൽ കൊള്ളി എന്നൊക്കെ പറയട്ടാ. പിന്നെ ചില സ്ഥലത്ത് പൂളാന്ന് പറയും, തൃശ്ശൂർക്കാർ കൊള്ളി എന്ന് പറയും, മലപ്പുറംകാർ പൂളാന്ന് പറയും, അങ്ങനെ പല പല പേരുകളാണ്. പിന്നെ മരച്ചീനി എന്ന് പറയും. അപ്പോൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒരു 1/2 കിലോനോളം കപ്പുണ്ട് കേട്ടോ. 1/2 കിലോയിലും കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ചേമ്പിൻ തണ്ടിൻ്റെ കൂടെ കപ്പയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി ഒന്ന് കണ്ടോളൂ, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ ഞാൻ മുന്നൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പം നമ്മളെ കൊള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊക്കെ കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചേമ്പിൻ്റെ തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചേമ്പിൻ താൾ എന്ന് പറയും, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം, എന്താ പറയുക, കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുളകും പൊടിയൊന്നും അങ്ങനെ ചേർക്കില്ലല്ലോ, അപ്പം നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണതാണ് പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വേവണ കപ്പ തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. വേവാത്ത കപ്പ വാങ്ങിക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കപ്പൊക്കെ ഇതിൽ ഉടഞ്ഞ് മിക്സായിട്ട് വരണം, അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരിക. ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള കറികളുമാണ്. നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ. ഇപ്പൊക്കെ എല്ലാവർക്കും ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ വേണ്ടത്, ഇറച്ചി ഐറ്റംസാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇതൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ ചേമ്പിൻ്റെ തണ്ടിൽ പിന്നെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഇപ്പോൾ കുക്കർ അടച്ച് വെച്ച് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഒരു വിസിലടിച്ചാൽ മതി, അപ്പോൾ തന്നെ ഏകദേശം വേവാവും. ഇപ്പോൾ നമ്മളെ കൊള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. കൊള്ളി ഇതേപോലെ ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ താള് കണ്ടില്ല, അടിയിൽ എത്ര പോരം താളുണ്ടായിരുന്നതാ. അപ്പോൾ അതൊക്കെ ചുങ്ങി വന്നില്ലേ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്കിതൊക്കെ നന്നായി ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഉടച്ച് സെറ്റാക്കിയിട്ട് കൊടുക്കാം. അതിലെല്ലാം ഉടഞ്ഞ് സെറ്റായിട്ട് വരട്ടെ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും വീഡിയോസൊക്കെ കാണാറില്ലേ? വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം എല്ലാതും ഉടഞ്ഞു വന്നിട്ടാ. ഇത്ര ഉടഞ്ഞാൽ മതി. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കപ്പയുടെ കഷ്ണം കടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഉടഞ്ഞാൽ മതി, ഉടഞ്ഞു പോകണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. നിങ്ങളെ വീട്ടിലൊക്കെ ചേമ്പുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൂ, കപ്പിയും കൂട്ടിയിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ കടായി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ നമ്മളെ ചെറിയ ഉള്ളി കുറച്ച് തൊലി കളഞ്ഞിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളെ താള് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊന്ന് മൂത്ത് സെറ്റായിട്ട് വരട്ടെ. കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തോളൂ കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അതാ ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണത് കേട്ടോ.
അപ്പം അതൊക്കെ മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ താളും കപ്പിയും ഒഴിച്ചു കൊടുക്കേ. അപ്പം അതൊക്കെ ഒഴിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടാ. നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും നമ്മളെ തൂമിച്ചത് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചാൽ തന്നെ പ്രത്യേക ടേസ്റ്റ് അല്ലേ. തൂമിക്കുക വറവിടുക എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറഞ്ഞാൽ പോലെ പറഞ്ഞോളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.